രാജ്യധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഗസ്റ്റിൻ ജോയ്സൺ. പ്രധാന വാർത്തകൾ. ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും സുവർണ ജൂബിലി പതാക സ്ഥാപിക്കുന്നു. സിസ്റ്റർ ജോയ്സി CSCക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി കാറ്റഗിസം സ്റ്റാഫ്. ശ്രീ യേശുദാസ് അറക്കൽ പുതിയ നടത്തുകൈക്കാരൻ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ യോഗം നടന്നു. വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിലെടുത്ത പ്രധാന തീരുമാനങ്ങൾ. ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും സുവർണ ജൂബിലി പതാക സ്ഥാപിക്കുവാൻ തീരുമാനമായി. ജൂബിലി സ്മരണിക പാരിഷ് ഡയറക്ടറിയിൽ ഇടവക സമൂഹത്തിന്റെ മുഴുവൻ വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി ഒരു വിവരശേഖരണ ഫോം യൂണിറ്റ് ഭാരവാഹികൾ മുഖേന എല്ലാ ഭവനങ്ങളിലും എത്തിക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോം ജൂലൈ 14 തീയതിക്കകം തിരിച്ചേൽപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. മൾട്ടി കളറിൽ പ്രസിദ്ധീകരിക്കുന്ന പാരിഷ് ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തുന്ന പരസ്യങ്ങളുടെ നിരക്കുകൾ. ബാക്ക് കവർ 40,000, ഫ്രണ്ട് കവർ ഉൾവശം 30,000, ബാക്ക് കവർ ഉൾവശം 25,000, ഫുൾ പേജ് 5,000, ഹാഫ് പേജ് 3,000. ജൂബിലി ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി അടുത്ത മാസം ജൂലൈ 21 തീയതി ഞായറാഴ്ച യൂണിറ്റ് ഭാരവാഹികളുടെ സഹകരണത്തോടുകൂടി ഒരു ബിരിയാണി മേള സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കാറ്റഗിസം സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ സിസ്റ്റർ ജോയ്സി CSCക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. വിശ്വാസ പരിശീലന അധ്യാപികയായിരുന്ന സിസ്റ്റർ ജോയ്സി അറങ്ങാശ്ശേരിക്ക് സെന്റ് ജോൺസ് കോൺവെന്റിൽ നിന്ന് ചിറ്റിശ്ശേരി മഠത്തിലേക്കാണ് സ്ഥാനമാറ്റം ലഭിച്ചത്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇടവകയ്ക്കും പ്രത്യേകിച്ച് കാറ്റഗിസത്തിനും നൽകിയ സേവനങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം പുതിയതായി ഏൽപ്പിക്കപ്പെടുന്ന ചുമതലകളുടെ പൂർണ്ണതയ്ക്കായി പ്രാർത്ഥനാശംസകളും നേരുന്നു. പുതിയ നടത്തുകൈക്കാരനായി ശ്രീ യേശുദാസ് അറക്കൽ ജൂൺ 30 ഞായറാഴ്ച ചാർജ് എടുക്കുന്നു. ഇപ്പോഴത്തെ നടത്തുകൈക്കാരൻ ശ്രീ ആൻഡോ കറുത്തേടത്തിൽ നിന്നാണ് കുർബാന മധ്യേ ചാർജ് ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ 3 മാസക്കാലം പള്ളി സേവനങ്ങൾക്കായി സ്വയം സമർപ്പിച്ച ആൻഡോ ചേട്ടനെ ഇടവക സമൂഹം ഒന്നാകെ ചേർന്ന് ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ജൂൺ 29 ശനിയാഴ്ച വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ തിരുസഭ ആചരിക്കുന്നു. ഭാരത അപ്പസ്തോലൻ വിശുദ്ധ തോമസ് ലിഹായുടെ ഓർമ്മദിനമായ ദുക്രാന തിരുനാൾ ജൂലൈ 3 തീയതി ആഘോഷിക്കുന്നു. ഈ തിരുനാൾ കുർബാനകൾ സീറോ മലബാർ സഭയിൽ കടമുള്ളവ ആയതുകൊണ്ട് തിരുനാൾ ദിനങ്ങളിൽ രാവിലെ 6:30 വിശുദ്ധ കുർബാനയിൽ മുഴുവൻ വിശ്വാസികളും പങ്കുചേരണമെന്ന് വികാരിയച്ചൻ ഓർമ്മിപ്പിക്കുന്നു. അറിയിപ്പുകൾ. ജൂൺ 30 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം PTA ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ ഞായറാഴ്ച ജൂൺ 30 കുട്ടികൾക്കുള്ള 2ാമത്തെ വിശുദ്ധ കുർബാന ഇംഗ്ലീഷിലായിരിക്കും. വിശ്വാസ പരിശീലന കുട്ടികളുടെ നേതൃത്വത്തിൽ ACC മുതൽ നഴ്സറി വരെ ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തുന്ന കാറ്റഗിസം അസംബ്ലി, വിശുദ്ധ കുർബാന, ബൈബിൾ വായനകൾ, കാഴ്ച സമർപ്പണം എന്നിവ ഈ ഞായറാഴ്ച ആരംഭിക്കും. ജൂൺ 30 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ തിരുഹൃദയ പ്രതിഷ്ഠ പുതുക്കൽ ബഹുമാനപ്പെട്ട വികാരിയച്ചൻ നിർവഹിക്കും. എല്ലാ വിൻസെൻഷൻ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു. ജൂലൈ 5 മാസാദിവെള്ളി രോഗികൾക്കായുള്ള വിശുദ്ധ കുർബാന അന്നേ ദിവസം രാവിലെ 9:30 വീടുകളിൽ നൽകുന്നതാണ്. വൈകിട്ട് 5:30 ജപമാല, 6 മണിക്ക് വിശുദ്ധ കുർബാന, കുരിശിന്റെ വഴി, തുടർന്ന് നേർച്ച ഭക്ഷണം. ശ്രീ സിജോ പാലയൂർ സ്പോൺസർ ചെയ്യുന്ന നേർച്ചക്കഞ്ഞിക്ക് വിതരണ നേതൃത്വം നൽകേണ്ടത് സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റാണ്. ജൂലൈ 7 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും. ഈ ആഴ്ച ദൈവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് അൽഫോൻസ യൂണിറ്റ്, വായനകൾ സെന്റ് സേവ്യർ യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.